ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആനന്ദീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്നാക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് വെറും 8 സ്ലൈസ് റൊട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്രെഡ് ഇത് ചെറുങ്ങനെ മുറിച്ച് മിക്സിയിലിടുക. വേഗത്തിൽ എളുപ്പത്തിൽ കഴിയുന്നതാണ്, ക്ഷണത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ എപ്പോഴും ഇതുണ്ടാക്കി തരാൻ പറയും. നല്ല അടിപൊളി ഡിഷാണ് ഇത്. കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണിത്. കുട്ടികളെല്ലാം ചോദിച്ച് ഉണ്ടാക്കി തരാൻ പറയും. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം അറിയും. ഇത് മിക്സിയിലിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചിട്ട് വരാം. ബ്രെഡ് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇതിൽ 1/2 കപ്പ് പഞ്ചസാര ഏലക്കായ ഇട്ട് പൊടിച്ചിട്ടുള്ളതാണിത്. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഏലക്കായ ഇട്ടിട്ടുള്ളത്. ഇതും കൂടി അതിൽ ചേർക്കുക. അത്ര വേണമെന്നില്ലെങ്കിൽ കുറച്ചാലും മതി. ഇത് ഞാനിപ്പോൾ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിൽ ഒരു 1/4 കപ്പ് ചിരവിയ തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പും. മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നത് നല്ലതായിരിക്കും. അത് ടേസ്റ്റ് കൂടുകയും ചെയ്യും, നന്നായിട്ടുണ്ടാകും. ഇതിൽ ഒരു മുട്ടയും കൂടി നല്ലോണം മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പം കുട്ടികൾക്കെല്ലാം വ്രതമായതുകൊണ്ട് മുട്ടയ്ക്ക് പകരം കാച്ചിയ പാല് കുറേശ്ശെ ഇതിൽ ഒഴിച്ചിട്ട് നല്ലവണ്ണം കുഴക്കണം. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. മുട്ട ചേർക്കാതെ കൊണ്ട് പാൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ കാച്ചിയ പാല്, കാച്ചി തണിഞ്ഞ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറേശ്ശെ എടുത്ത് നല്ലോണം കുഴക്കുക. അധികം പാലധികം ഒഴിച്ച് പോകരുത്. നന്നായിട്ട് നല്ല കട്ടിയായിട്ട് വേണം. അധികം വെള്ളം പോകാതെ കൊണ്ട് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് പാലൊഴിച്ചിട്ട് ഉരുട്ടിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് നന്നായിട്ട് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഉരുട്ടി നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഉരുട്ടിയിട്ട് റെഡിയാക്കി വെക്കുക. എന്നാലും മാത്രമേ നമുക്ക് എണ്ണയിൽ വേഗം എടുത്തിട്ടിടാൻ പറ്റും. നല്ല ഷേപ്പോട് കൂടിയിട്ട് ഉരുട്ടി വെക്കണം. ഇത് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അധികം ചൂടാക്കേണ്ട, കുറച്ച് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് സിമ്മാക്കുക. ഇത് ഓരോന്നായിട്ട് ഇതിലിടുക. അധികം ഇടണ്ട, ഓരോന്നായിട്ട് ഈ എണ്ണയിലിടുക. പെട്ടെന്ന് ഇളക്കാൻ പാടില്ല. കുറച്ച് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് തിരിച്ച് മറിച്ച് ഇട്ടാൽ മതി. വേഗത്തിൽ കളർ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് സിമ്മിൽ വെച്ചാൽ മതി. ബ്രെഡായതുകൊണ്ട് വേഗത്തിൽ കളറ് മാറി. കണ്ടില്ലേ, കളറ് വേഗം മാറിക്കോളും. ബ്രെഡ് ഉണ്ടെങ്കിൽ ക്ഷണത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പെട്ടെന്ന് ആരും വന്നിട്ടുണ്ടെങ്കിൽ സാധനമൊന്നും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളും വലിയ ആൾക്കും എല്ലാം ഇഷ്ടപ്പെടും. നല്ല ഒന്ന് ബ്രൗൺ നിറം ഒന്നും കൂടി ആവണം. ഇതിന് പൊരിയെടുക്കുക. ഇതുപോലെ ഒരു അരിപ്പ കയ്യിലുണ്ടെങ്കിൽ എണ്ണ വാർന്നു പോകും.
കൂടി ഇങ്ങനെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. ഇതും കൂടി കോരിയെടുക്കുക. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കോരിയെടുത്തിട്ട് കോരിയെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇട്ടിട്ട് പൊരിച്ചിട്ട് കോരിയെടുക്കുക. നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിലാകുന്നതാണ്, നല്ല ബെസ്റ്റ് സാധനം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ക്ഷണത്തിലാകുന്ന ഒരു പരിപാടിയാണ്. കുട്ടികൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. 8 സ്ലൈസ് ബ്രെഡാണ് ഞാനെടുത്ത്. ഇതിപ്പം 10 ആയിട്ടുണ്ട് ഇവിടെ. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വേണ്ടിക്കും ചെയ്യാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ബൈ.